വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് മി ലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ്. വെറും ചലഞ്ചല്ല, ജോളോ ചിപ്പ് ചലഞ്ചാണ്. ജോളോ ചിപ്പ് നോ റിയാക്ഷൻ ചലഞ്ചാണ്. നമ്മൾ ജോളോ ചിപ്പ് കഴിക്കുന്നു, 10 മിനിറ്റ് വെറുതെ ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കുന്നു, ഓൾ ഡൺ. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാൻ പോകുന്നത്. എൻ്റെ കൂടെ 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായി കാണും. വേറെ ആരുമില്ല, വൺ ആൻഡ് ഓൺലി കൃഷ്ണപ്രിയ RV. തൊഴുതോണ്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാല് എന്റെ ഓണത്തിന്റെ വ്ളോഗിലുണ്ടായിരുന്നു. ഇവള് ഓൾമോസ്റ്റ് കുറെ വ്ളോഗിലുണ്ടായിരുന്നില്ല, നമ്മള് ഷോർട്ട് വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവള് രണ്ടാമത്തെ ആള് ബർത്ത്ഡേ വ്ളോഗിലുണ്ടായിരുന്നു, ഓണത്തിന്റെ വ്ളോഗിലുണ്ട്. പിന്നെ നമ്മള് കുറെ വ്ളോഗ് 3 പേരുമായിട്ടൊക്കെ എടുത്തു. പക്ഷെ അത് ഇതുവരെയ്ക്ക് പുറം ലോകം കണ്ടിട്ടില്ല. കാണിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ആളെന്ന് പറഞ്ഞാല് ദി വൺ ആൻഡ് ഓൺലി വീണ ഗോപുരാശ്ശേരി. നിങ്ങൾ രണ്ടുപേരും തൊഴുതുകൊണ്ടൊക്കെ പറഞ്ഞേ. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരുമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം നമ്മുടെ മെയിൻ സാധനം എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇവർ രണ്ടുപേരും ഇത് നേരിട്ട് കണ്ടിട്ടില്ല. നമ്മുടെ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടു. നീ കണ്ടാടി? നീ കണ്ടാടി? ഞാൻ കണ്ടു. ആ, അപ്പൊ ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഇവർക്ക് ആദ്യം തന്നെ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം. മറ്റേ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇടണേ. സൂപ്പർ. നമുക്ക് ഇവരെ കാണിക്കണം. ഞാൻ പറയുന്ന പോലെ കണ്ണ് ഇത് 2-3 വട്ടമായി ഗൈസ്. സീരിയസ്ലി ഇത് വേറെ അഭിനയമാണ്. ഞാൻ 500 വട്ടം ഇവര് കണ്ണു തുറന്ന് നോക്കി. അതുകൊണ്ട് ഇപ്പൊ ഒറിജിനൽ റിയാക്ഷൻ ഒന്നുമല്ല. കണ്ണു തുറക്കും പിള്ളേരെ. ഇതാണ് സാധ്യത. ഒരു 3 വട്ടം ഇതേപോലെ ചെയ്ത്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലാത്തത്. ഇവരുടെ അഭിനയം നോക്കിയിട്ടുണ്ട്. നമുക്ക് വിഷമമാണ്. ഓക്കേടാ, പിടിച്ചോ. ഇത് നിനക്ക്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയ്ക്കും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൽ എഴുതിയിട്ടുണ്ട് ഡു യു ഡെയർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇറ്റ്സ് ടൈം ടു ഡിസ്കവർ ദ ബ്ലാക്ക് ഡെഡ്ലി ചിപ്പ് ഇൻസൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇറ്റ്സ് ടൈം. അപ്പം എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഗൈസ്, നിങ്ങളും അൺബോക്സ് ചെയ്യും. ഒരു ഐഡിയ ഇല്ല എന്താവുമെന്നൊന്നും. ഗൈസ്, ഞങ്ങൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇറക്കി വിട്ടു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്ത് വന്നിരിക്കുകയാണ്. ആരുടെടുത്തും പറയണ്ട, നമ്മൾ മാത്രം അറിയൂ. ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത്. ഒരു എന്തോ Can you handle this deadly chip? Made this with Carolina Reaper pepper, created for the sheer pleasure of intense heat and pain. Intense heat and pain എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. What to expect? Short-term loss of knees, mouth on fire, impaired vision from tears, extreme profanity, resting peace. നൈസ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. റീപ്പർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം ഗൈസ്, ഇത് ഇത്രയും ഹൈപ്പിനുള്ള സംഭവം ഉണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നത് വലിയ ഈ പാക്കേജിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഒരു മിനിമം ലെവൽ വരെയുള്ള സ്പൈസി ഒക്കെ എനിക്ക് താങ്ങാൻ പറ്റും. അവിടെ വെച്ചോ. ആ, മിനിമം ലെവൽ വരെയുള്ള സ്പൈസി ഒക്കെ എനിക്ക് താങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ അധികം എരിവ് കഴിക്കൂല. ഇവളും വലിയ എരിവ് കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഇത് കഴിച്ചിട്ട് 10 മിനിറ്റ് ഒരു റിയാക്ഷനും ഇല്ലാതെ ഇരിക്കണം. അതിന് മുമ്പ് ടൈമർ വെക്കണ്ടേ? ടൈമർ വെക്കുക. അതിന് 10 മിനിറ്റ് 10 മിനിറ്റ് ടൈമർ വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചിട്ട് അത് ഓണാക്കാം. പറയുമ്പോൾ ഓണാക്കണേ. കഴിക്കാൻ പോവുകയാണ്. 3, 2, 1, 0.
അയ്യോ What are you doing? ബാംഗ്ലൂരിൽ സ്റ്റേറ്റ് മരട് വെപ്രാളമാണ്. പോയാ ഇതിനെരിയുണ്ട് ഒരെണ്ണം വലുത് കഴിച്ചിട്ട് ഏതായാലും നോ റിയാക്ഷൻ. ഇവളാണ് ഏറ്റവും കൂടുതൽ റിയാക്ഷൻ. കൂടുതൽ എരിവ് കഴിക്കുന്ന ഇവളാണ്. അതെ, ഞാൻ വലിയ പീസ് കഴിച്ചു. ഇവര് കുറച്ച് പീസ് ചെറിയ പീസ് കഴിച്ചോളൂ. പറഞ്ഞു ഞാൻ കഴിച്ചു. ഇതും കൂടെ കഴിക്കും ഞാൻ. ഓക്കെ അല്ലേ? ഇതും കൂടെ കഴിക്കാണ്. ഫുഡ് കഴിച്ചോ നമ്മൾ രണ്ടുപേരും? ഇനി കഴിച്ചോ? ചീറ്റിപ്പോയി. ഡെഡിക്കേഷൻ ലെവൽ. അയ്യോ തീർന്നില്ലേ? എടി ഐസ്ക്രീം എരിവ് തീർന്ന്, പക്ഷെ വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നം. ഐസ്ക്രീം കഴിക്കാൻ ഇങ്ങനെ കഴിയും. ഐസ്ക്രീം കുടിച്ചോണ്ടിരിക്കുമ്പോ ഒരു കുഴപ്പമില്ല ഗൈസ്. കുടിച്ച് നിർത്തുമ്പോ വയറിനകത്ത് എന്തോ പറ്റുന്നു. ഇവള് കുറച്ചേ കഴിച്ചോളൂ ഗൈസ്. നെവർ. ഞാൻ നല്ല രീതി കഴിച്ചു. ഇങ്ങനെ കഴിവില്ലേ? ഞാൻ കഴിച്ചു. മൂന്ന് തൊട്ട് ഞാൻ കഴിച്ചു. ഞാൻ രണ്ടുകൂടെ കഴിച്ചല്ല. പക്ഷെ വലിയ പീസല്ലടി കഴിച്ച് ഞാൻ ലാസ്റ്റത്തെ. ദയവ് ചെയ്ത് ഇതാരും അനുകരിക്കണ്ട. ഇവർക്ക് രണ്ടും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇവരെക്കാട്ടിലും കൂടുതൽ ഞാൻ സ്പൈസി കഴിക്കും. പക്ഷെ ഇത് നീറിനേനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മുടെ വയറിന്റെ ഉള്ളിൽ എന്തോ പറ്റും. വയറിന്റെ ഉള്ളില് ഒരു എന്തോ പോലെ തോന്നും. അതാണ് പ്രശ്നം. അയ്യോ നോ
എനിക്കിതൊക്കെ ഫീൽ നമുക്ക് എരിവ് സഹിക്കാം, പക്ഷെ എരിവിനെക്കാട്ടിലും സീന് വയറാണ്. എന്ന് വെച്ചാൽ സഹിക്കാന്നുള്ള എരിവേ ഉള്ളൂ, നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന എരിവ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ നെഞ്ചിന്റെ താഴോട്ട് എന്തോ സംഭവിക്കും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കണ്ണൊക്കെ ഇങ്ങനെ വെള്ളം വരും. എനിക്ക് മെയിനായിട്ട് അതാണ് പറ്റിയത്. പക്ഷെ എരിവുണ്ട്, നല്ല എരിവുണ്ട്. നിങ്ങളിപ്പം ഒരു മിനിമം സ്പൈസി പോലെ കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യരുത്, ഒട്ടും ചെയ്യരുത്. അപ്പം എന്തുവാണ്, അങ്ങനെയുള്ളവർ ചെയ്യരുത്. കേപ്പി കഴിച്ചെന്നാലും ഒത്തിരി കഴിച്ചില്ലല്ലോ. കഴിച്ചു, വീഡിയോ കാണാം. അപ്പൊ അവൾ എത്ര കഴിച്ചെന്ന് കാണാൻ കഴിയും. പക്ഷെ ഞാൻ ഒറ്റ സ്റ്റെപ്പിന് അത്രയും വലുത് തന്നെ അങ്ങ് ഒറ്റയടിക്ക് കഴിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങ് ചവച്ചങ്ങ് കഴിച്ചപ്പോ പെട്ടെന്ന് പറ്റി, എന്നാൽ പെട്ടെന്ന് പോയി. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ഗ്യാസ് വന്ന്, അത് എനിക്കും വന്ന് വീണയ്ക്ക് വന്നില്ല ഗ്യാസിന്റെ പ്രോബ്ലം. ഗ്യാസിന്റെ പ്രോബ്ലം വന്ന്. കേപ്പിക്ക് എന്തോതായിരുന്നു? കേപ്പിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല. എനിക്ക് നോ റിയാക്ഷൻ. അവൾക്ക് നോ റിയാക്ഷൻ. അപ്പൊ വിൻ ചെയ്ത അവളാണ്. ഞാൻ കഴിച്ചു. എനിക്ക് നെഞ്ചിന്റെ ഇവിടെയാണ് കഴിച്ചത്. എന്തോ പറ്റിയത്, എന്തോ ഗ്യാസ് കയറിയതാണ്, ഒറ്റയടിക്ക് പോയി. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ മറ്റേ ഓവർ ആക്സിഡന്റ് ഇവിടെ എന്റെ അനിയത്തി പറഞ്ഞു ഓവർ റിയാക്ഷൻ. ഞാൻ പറഞ്ഞത് അതെങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോ ഗൈസ്, നമ്മളിതാ ജോളോ ചിപ്പൊക്കെ കഴിച്ച് ചലഞ്ചൊക്കെ കഴിഞ്ഞ് ഇതാ ഒന്ന് കാമായിട്ട് കൂൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് എന്റെ ആദ്യം നിന്റെ റിയാക്ഷൻ പറ. കാരണം കൂട്ടത്തിൽ കുറെ കഴിച്ച വ്യക്തി ഇവളാണ്. അപ്പം ഇവക്കുള്ള റിയാക്ഷനാണ് നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ പിന്നെ എരിവ് കൂടുതൽ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇല്ല ഗൈസ്, ഇല്ല, ഇവള് എരിവ് അങ്ങനെ കഴിക്കൂല. കഴിക്കും ഇവളങ്ങനെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. ഇവള് അങ്ങനെ എരിവൊന്നും കഴിക്കൂല ഗൈസ്. പക്ഷെ എനിക്കിതൊക്കെ കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഇവള് കുറച്ച് കഴിച്ചിട്ടാണ് കുഴപ്പമില്ലെന്ന് പറഞ്ഞ കള്ളി അല്ലേടി? ഇവള് കള്ളിയല്ലേ? അടുത്ത് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. അടുത്തത് 3 വട്ടമായിട്ട് കുറെ കഴിച്ചു. എന്നെക്കാട്ടിലും കൂടുതൽ കഴിച്ചെന്ന് തോന്നുന്നു കേട്ടോ. 3 വട്ടം കഴിച്ചു. എന്നിട്ട് അത് ഇപ്പൊ ഞങ്ങളിരുന്ന് വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇവളെ എന്താണ് എക്സ്പീരിയൻസ് പറയാം. അപ്പൊ വീണേന്റെ അടുത്തോട്ട് പോകും. അത്യാവശ്യം എരി കഴിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നാലും എരിവ് ഉണ്ടായിരുന്നു, എന്നാലും ആരും കഴിക്കാതിരിക്കുക. എരിവാണ് കൂട്ടത്തിൽ ഏറ്റവും കുറവ് എരിവ് കഴിക്കുന്നത് നീയാണല്ലേ? ഇവള് പിന്നെയും കഴിക്കും, പക്ഷെ കൂടുതൽ ഏറ്റവും കുറവ് കഴിക്കാത്തത് എനിക്കാണ്. ഇവക്കാണ്. ഇത് കണ്ടപ്പോഴേ പറഞ്ഞെടി എനിക്ക് സ്മെല്ല് എന്നെ പിടിക്കുന്നില്ല. നിങ്ങൾ ആ വീഡിയോയില് ഉണ്ടെന്ന് തോന്നുന്നു, വീഡിയോയിലുണ്ട്. അപ്പം പറ്റില്ല എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇനി ഞാൻ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എരിവ് കഴിക്കുന്ന വ്യക്തിയാണ് ഞാൻ. വല്ലയിടത്തൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ സ്പൈസി ഇതാന്ന് പറഞ്ഞ് ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്തുവാണ്, ഇന്നത്തെ എനിക്ക് പറ്റില്ല വെച്ചാൽ കുഴപ്പമില്ല ഗൈസ്. ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു ഗ്യാസ് പോലെ വരെയും. മെയിനായിട്ട് എനിക്ക് പീരിയഡാണ്. അപ്പൊ എനിക്കൊന്ന് അതിന്റെ ചെറിയൊരു പ്രശ്നം കൂടെ ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വയറിനാണ് പിടിച്ചത്. എനിക്ക് ഇവിടെ ഒന്നും അധികം എരിവില്ല, പെട്ടെന്ന് വയറിനായിരുന്നു പറ്റിയത്. അപ്പം ഞാൻ ഇനി ഇത് ആവർത്തിക്കൂല ഗൈസ്. എനിക്കും വയറിന് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു, ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്കിങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് ഒരു ഇങ്ങനെ ഉരുണ്ട് കയറത്തില്ലേ, അങ്ങനെ വന്നിട്ടായിരുന്നു ഇച്ചിരി സീനായത്. കഴിക്കാതിരിക്കുക അത്രേ ഉള്ളൂ. അല്ലല്ല, കഴിക്കണം. ഇതൊക്കെ ട്രൈ ചെയ്യേണ്ടി ലൈഫിൽ ഒരു വട്ടം എല്ലാവരും ട്രൈ ചെയ്യണം. ചെറിയ പീസ് ട്രൈ ചെയ്യാം. തീരെ സ്പൈസി ഒന്നും കഴിക്കാത്തവർ ഇതിന്റെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട. ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഒട്ടും കഴിക്കാത്തവരാണെങ്കിൽ സിക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീരെ പറ്റാത്തവരൊന്നും കഴിക്കണ്ട. അതുപോലെ നമ്മുടെ ബാക്കിൽ നിൽക്കുന്ന ക്യാമറമാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറമാൻ അഹങ്കാരത്തോടെ അത് ക്യാമറമാൻ കഴിച്ചത് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം. അപ്പൊ എന്താണ്, അപ്പം കഴിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷവും പോയിരുന്ന് കഴിച്ചാണ്. എന്നിട്ട് ആൾക്ക് ചെറിയൊരു പണി കിട്ടി, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പോയി. അപ്പൊ എന്തായാലും ഇത്ര ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നൊക്കെ പറയാ.
പിന്നെ ഇതേപോലത്തെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ചലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരും ആയിട്ട് ചലഞ്ചും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇവർ വന്നത് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാം. പിന്നെ എന്തുവാണ് അതെന്തായാലും ഇഷ്ടപ്പെട്ടതാണ്. ഉറക്കം പറയണം. ഇവള് നല്ല രീതിക്ക് കൗണ്ടർ അടിക്കാം. നമ്മൾ പക്ഷെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ Bye. Stay tuned for next video. Bye bye.